ചോദിച്ചോ ഒന്നിന് 5000 രൂപ കിട്ടും. ചോദിച്ചോ. നമ്മളെ പണ്ടത്തെ ചാണകക്കുജിന്റെ അവിടെ മഹാഗണി ഉണ്ടെങ്കിന് അതിന്റെ തയ്യാറേ 5000 രൂപ. കത്തി മൂർച്ചണ്ടോ? അത് അങ്ങോട്ടന്നെ ഉള്ളു. പൊന്നാരമ്മയാ ചക്കുണ്ട്. അതല്ലേ ചങ്ങായി, നിങ്ങളെ പേരിലേക്ക് ഒരു മനുഷ്യൻ വന്നായിരുന്നു. നിങ്ങളെ പരിപാടി ഓണമാണേ എന്തിന് മദ്രസ് ഉണ്ട് ചങ്ങായി. റേറ്റിലുണ്ടോ വാങ്ങിയിട്ടില്ല. അപ്പൊ ഇത് നോക്കിയപ്പോ ഇത് കണ്ടപ്പോ സാധനം സെറ്റാണ്. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. റിതു ഇവിടെ അല്ല, റിതു തറവാട്ടിലാണ്. ഫിദു ഉമ്മയുള്ളൂ കേട്ടോ അവിടെ. അപ്പൊ കുഞ്ഞാൻ പണിക്ക് പോയിക്കണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കുട്ടി അപ്പുറത്തെ റൂമിലാണ്. ഇവിടെ റൂം കടത്തിയാൽ ഒച്ചയും പുളി ഉണ്ടാക്കും. അപ്പോൾ ഓൻ അതിന് കടത്തിക്കുക. അപ്പോൾ നമ്മൾ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരുമ്പലൊക്കെ കഴിഞ്ഞ് നമുക്കിപ്പോഴും കഷ്ണ തുണി ഉണ്ട് കേട്ടോ. കുട്ടീൻ്റെ ഇതൊക്കെ മടക്കി വെക്കാണ്ട്. നല്ല ചൂടല്ലേ, കടക്കാൻ കുറച്ച് പണിയാണ്. കാലെപ്പോഴും പുറത്തേക്കാ. അത് കുട്ടി അടക്കം ഉണ്ണീന് കേട്ടോ. അപ്പൊ അവൻ ആട്ടാൻ പോയതായിരുന്നു. കുറച്ച് നേരം എടുത്ത് ഉറങ്ങാണ്ട്. അവിടെ അല്ലേ, അവിടെ ഉണ്ടാവും പോകാൻ കളിച്ചു. അവിടെ സിറ്റൗട്ടിലുണ്ടാവും. സ്കൂളും മദ്രസും ഇല്ലെങ്കിൽ ഫോണിൽ നീച്ചില്ല. പ്രശ്നം ആറ്റം പിന്നെ അവിടെ ആയതുകൊണ്ട് ഓലെ പിന്നാലെ കരമ്പടിയാണെങ്കിൽ ഏലൊക്കെ തെണ്ടി തിന്ന് നടന്ന് തിരയാൻ പോണം. രാവിലെയും പോകണം, ഉച്ചക്കും പോകണം, വൈകുന്നേരം പോകണം. അവിടെ ആകുമ്പോ അമ്മായി എങ്ങോട്ടും കൊടുക്ക. ഈ കൊട്ട എന്ന് പറയുന്നത് റിതുവിന്റെ കൊട്ട കേട്ടോ. റിതുവിനും ഫിദുവിനും ഇവനും ഈ കൊട്ട തന്നെ, മാറ്റിയിട്ടൊന്നുമില്ല. ഇതിന് കേടൊന്നുമില്ല. അപ്പൊ പിന്നെ തന്നെ അപ്പൊ ഇതിലും വേണ്ടതാണ്. അതേപോലെ ഇതും പിന്നെ ഞാൻ ഈ തുണികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ട ഇങ്ങനെ വാങ്ങിയതാ. അതിപ്പോ നല്ല യൂസ്ഫുൾ ആണ്. കാരണം വേണ്ടത് ഇങ്ങനെ കൊട്ടയൊക്കെ വെച്ചാൽ മതി. എന്നാൽ തന്നെ സ്ഥലമല്ല, അൽമാരിയിലൊന്നും സ്ഥലമല്ല, സാധനങ്ങൾ വെക്കാനൊന്നും അൽമാരി സ്ഥലമല്ല. അപ്പൊ നമ്മള് സോക്കേസ് ആകെ അലങ്കോലായി കിടക്കാണ്. അപ്പൊ ഒരു വട്ടം ഞാൻ ശരിയാക്കിയതിന് വന്നിട്ട്, പക്ഷെ ഇപ്പോഴും ആകെ കോളായി കിടക്കാണ്. അപ്പൊ നമ്മൾ ഈ സോക്കേസ് ഒന്ന് മാറ്റി കുറിച്ചാലോ വിചാരിച്ചിട്ടുണ്ട്. ഫാബ്രിക്കേഷൻ്റെ ആൾക്കാരോട് പറഞ്ഞിനി ഇതൊന്നും ഇങ്ങനെ 2 ഡോറ് മാതിരി ഇങ്ങനെ വൈറ്റ് കളറിലൊന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞിനി. അപ്പൊ എന്നാ പിന്നെ അതവിടെ അടച്ചിട്ട് അതിലൊരു കടന്നു ഡ്രസ്സും കാര്യം. നമ്മൾ അൽമാര പിന്നെ ചെറുതായോണ്ട് അതിലൊന്നും കൊള്ളൂല. അപ്പൊ ഭയങ്കര റിസ്ക് ആണ്. ഓയ് നമ്മളവിടെ ഭയങ്കര പാട്ടാടുണ്ട്. വേഗം പോയി ആട്ടിക്കൊണ്ടു. അപ്പൊ നമ്മളാളിവിടെ ഉറക്കത്ത് നീച്ചു കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. എന്താണ് എടുത്തിട്ടില്ലേ പേരും കരച്ചിലേക്കാരം. ഇപ്പൊ വണ്ടി പോയി എടുക്കണം. എന്റെ ആരെ കാട്ടിയത് കുട്ടിനെ? ആര് കാട്ടിയത്? കാക്കു കാട്ടി. ഇക്കു എവിടെ? കുട്ടിനെ നോക്കണ ഇക്കു എവിടെ? വിരുന്ന് പോയില്ലോന്? പിന്നെ കണ്ടവാട് വിന്നു പോയിക്കണേ. ആര് വിന്നു പോയിക്കണേ? കാക്കു പോയിക്കണേ. ഇക്കു കൊണ്ടവാട് പോയിക്കണ കുട്ടിനെ. ഒരു കുളി കഴിഞ്ഞിട്ടില്ല തപ്പിത്തരയിലാണിത്. കൊട്ടിയില് പിന്നെ അത്ര മടക്കി വെച്ചിട്ടും കാര്യമില്ല. അത് തപ്പി തന്നെ നടക്കും. ആദ്യ കൂടി കുപ്പായം കിട്ടിയില്ലേ? ട്രൗസർ ഇട്ടണല്ലേ? ഇട്ടാ പറ്റൂല ട്രൗസർ. അതിനെന്താ ഇപ്പം? ചൊർക്കുമാണ് എനിക്ക്. ഇത് മറ്റോന്റെ കൊട്ടയാണ്. മറ്റോന്റെ കൊട്ടിയിലും ഉപ്പൻ്റെ ഇടും, ഉപ്പൻ്റെ കൊട്ടിയിലും മറ്റോന്റെ ഇടും. ആകെ ജേക്കാപ്പോകയാണ്. ഓന്റെ അടുത്തേക്ക് പോണില്ല, പെരുന്നലോളി മാച്ചും പൊളി ഇട്ടിട്ട്. ആരെ കാട്ടി? ഇജ്ജ് കാട്ടി. അവിടെ ഇരിക്കാൻ്റെ മടി വെച്ചതാ. അവിടെ ഇരിക്കും. ഓന്റെ മടിയിൽ വെച്ചെടുത്തിട്ട് ഓൻ ഇങ്ങോട്ട് തന്നെ നീച്ച് പോകുന്നതാണ്. ഒച്ചയും പുളി ഉണ്ടാക്കി ആർക്കുക. ആ കൈ തലമ വെച്ചിട്ടോ. പിച്ച
അങ്ങനെ തന്നെ ഇങ്ങോട്ട് വാ. അല്ലല്ല പച്ചോണ്ണേ. ആ ആ ആ കാക്കുന്റെ തണി കാക്കുന്റെ തേ അത് ശുണ്ണി കാക്കുന്റെ തണി. നോക്കി ഒച്ചടാക്കാൻ മതി. ഒച്ചടാക്കുമ്പോ അതിനെ പറ്റണില്ല. എന്നെ നോക്കണ്. എന്താണ് എങ്ങനെ നോക്കണ്? അത് ജിപ്പ് പോകും ബേക്ക് എന്നാ ചമ്മന്മക്ക് ചാടി ഇട്ടി തരാട്ടാ. ഓന് കോയിന്റെ ഒച്ചൊക്കെ കേട്ട് കേട്ടപ്പോ തയങ്ങിക്കണ്. ആദ്യായിട്ട് കേട്ടപ്പോ പെരും കരച്ചില്ലേനി. അല്ലേ അല്ലേ? ഇതാണ് പറഞ്ഞ ഷോക്കേസ് എന്ന് പറയുന്ന സംഭവം. ആ കലങ്കോലാണ്. ഒന്ന് മൈൻഡ് ആക്കണ്ട. ഒക്കെ ശരിയാക്കണം. റാക്കിന്റെ മേലെ റെഡിയാക്കാണ്ട്. അപ്പൊ അങ്ങനെ ടൈം കിട്ടലില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണമെങ്കിൽ ആദ്യം ഇതൊന്ന് ശരിയാക്കിയിട്ട് വെക്കാൻ വിചാരിച്ചിട്ടാ. ഈ പെട്ടി എന്നൊക്കെ പറയുന്നതിലൊക്കെ കുട്ടീന്റെ സാധനങ്ങളാട്ടോ. ഇതിലൊക്കെ ഓന്റെ മരുന്നും കാര്യങ്ങളാണ്. ഒക്കെ വേണ്ടിയത് തന്നെയാണ്. ഒന്നും ഒഴിവാക്കാല്ല. ഇതില് ഹിമാലയന്റെ ലോഷനും സെബാമെഡിന്റെ ക്രീമും പിന്നെ അതൊക്കെ ഇത് എന്ന് പറഞ്ഞാല് കുട്ടിക്ക് ഒരു പുണ്ണുണ്ടാവും. നാമ പുണ്ണല്ല, ഒരു പൂപ്പല് മാതിരി ഒരു സംഭവം. അത് നമ്മൾ ബ്രെഡിനൊക്കെ പൂപ്പൽ പിടിച്ചില്ല എന്നാ മാതിരി ചുണ്ടിന്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒരു വെള്ളപ്പാട് പോലെ. അത് നമ്മള് എനിക്കറിയില്ല ഇനി അത് ഇതിങ്ങനെ തേച്ചെടുക്കില്ല ഇനി ആദ്യം ഞാൻ. പിന്നെ ഷംന എന്നോട് പറഞ്ഞു ഒരു തുണി കഷ്ണത്ത് മാക്കിയാണ്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒരതി കൊടുക്കണം പറഞ്ഞു. അപ്പോഴാണ് അവൾക്ക് പോയത് കേട്ടോ. അതിൻ്റെ മരുന്നാണ്. പിന്നെ നമ്മളെ ചക്കര മൈലാഞ്ചി എപ്പോഴും ഉണ്ടാവും. ബണ്ണ് ഒക്കെ അതിക്കടെ ഇട്ടിട്ട് തന്നെയാണ്. ഇത് പിന്നെ നമ്മള് ലാബിൽ പഠിച്ച ആ ടൈമത്തെ ID കാർഡാണിത്. കുട്ടീൻ്റെ മാത്രല്ല കേട്ടോ. പിന്നെ വന്ന് ഒക്കെ അതിക്ക് വിടല് തുടങ്ങി. ഇതെന്തിനാ നോക്കാനോ? പിന്നെ നമ്മളെ പയമ്പും കായും ഇതിപ്പോഴും കൊടുക്കലുണ്ട്. കുറച്ച് വരെ കൊടുക്കണം, നല്ലതാണ്. നമ്മളെ ഷോക്കേസ് ഇനി പുതിയതായിക്കാരോ. ഇവിടെ എന്താ പറയല്ലേ? രസല്ലേക്കാരോ? അടിപൊളിയാവൂലേ? ചളിത് ഞാനൊന്ന് വാങ്ങിയതാട്ടോ. ആവി പൊടിച്ചുന്ന സാധനമാണ് ഇത്. എങ്ങനെ സംഭവം ഇപ്പോൾ ഞാൻ ഒന്ന് ഓണാക്കി നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. എനിക്ക് പിന്നെ എപ്പോഴും ചുമയും കഫക്കെട്ട്, എനിക്ക് തൊണ്ടക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കോരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ട് നോക്കിയപ്പോൾ സംഭവം നല്ല ആവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ചാർജർ വരുന്നുണ്ട്. ഇത് നമ്മളെ ഫോണിൻ്റെ കട്ടല്ലേ ഒക്കെ കുത്തിങ്ങാണ്ട് ഇതങ്ങനെ ഒന്ന് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബാറ്ററിയാണ്. ബാറ്ററി ഇങ്ങനെ ഇപ്പോൾ ഊരിനി ഇന്നലെ. ഇത് ബാറ്ററി ഇടട്ടോ. ഇതെങ്ങനെ ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഇതില് എന്തൊക്കെ വരുന്ന വെച്ചാൽ 2 തരം മാസ്ക് വരുന്നുണ്ട്. ഒന്ന് ചെറിയ കുട്ടികൾക്കുള്ളതും ഒന്ന് വലിയവർക്കുള്ളതും വരുന്നുണ്ട്. പിന്നെ ഒരു സംഭവം പിന്നെ ഇത് നമുക്ക് ശരിക്ക് തൊണ്ടേൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും അതിൻ്റെ ആവി പോകണമെന്നുണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യുക. സാധനം സൂപ്പറാട്ടോ. ഒരു 399 ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 399 രൂപ. അപ്പം അതിനൊക്കെ സാധനം ഉണ്ട്. ഞാൻ എപ്പോഴും പുട്ടും തൂക്കിലും ഇങ്ങനെ പിടിച്ചു ആവി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പുട്ട് ചുടണമെങ്കിൽ അത് നമ്മളാ വിക്സിൻ്റെ സ്മെല്ല് പോകാൻ ഭയങ്കര ഗതികേടാണ്. പിന്നെ ഇതിൻ്റെ ആ വലിയ മെഷീന് 2-3 ഉറുപ്പ്യ വരും. അപ്പോൾ അത് വാങ്ങാൻ അത്ര റേറ്റിലുണ്ടോ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് നോക്കിയപ്പോൾ അത് കണ്ടപ്പോൾ സാധനം സെറ്റാണ്. ഇപ്പം എല്ലായിടത്തും ഇതിപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് സംഭവം. ഇതോ കിട്ടിയോ? അപ്പം ഞാൻ അതൊന്ന് ടെസ്റ്റിങ്ങിന് ഞാൻ ഇതിലേക്ക് ലേശം വെള്ളമാക്കിയിട്ട് 2 തുളസിൻ്റെ ഇല ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ബാ, തുളസിൻ്റെ ഇല കിട്ടിയോ? എവിടെ നോട്ടെ? 2 ഇല ഇട്ടിട്ട് 2 ഇല കുറച്ച് കിട്ടിയാണ്. നോക്കട്ടെ. എൻ്റെ കുട്ടി 2 ഇല ഇട്ടിട്ട് 2 ഇത് എന്താ ഇല? തുളസിൻ്റെ ഇല അല്ലത്. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. വാ വാ മുന്നേ ഞാൻ പറഞ്ഞുതരാം തുളസിൻ്റെ ഇല എവിടെ. ഇവിടെ തന്നെ ഉണ്ടേ.
എവിടെ അറിയോ ഇടുവാ ഇതാക്കി നടക്കണം പഠിത്തം ആ നേരെ പോ ചെരുപ്പിട് ചെരുപ്പിടൂല ആ ഒരു 3-4 ഇല പറിച്ചു പോര് 3-4 4-5 പറിച്ചു ആ മതി 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 അയക്കിടാണെന്നുള്ളു മതി. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ ക്ലാസ് എടുക്ക് ക്ലാസ്സിൽ വെള്ളം കൊടുക്കണം. ആ ക്ലാസ് തന്നെ ഇതിക്ക് പാല് കുറച്ച് ഉള്ളു പറഞ്ഞാൽ അത് മതി. ഇനി 2 ഇല ഇട്ടാ 2 അല്ല ഒരു 3-4 ഇല ഇട്ടോ. എന്താ പറ്റുക തുളസിൻ്റെ ഇല പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ വെറുതെ ഇട്ടോക്കാൻ പറയാം. എന്നാൽ അതിൻ്റെ ഒരു ഇത് നല്ലതല്ലേ. കുറച്ചുകൂടി വെള്ളം പറഞ്ഞ കുറച്ചുകൂടി വെള്ളം തുളസിൻ്റെ ഇലൊക്കെ ഇതിൽ ഇട്ടിക്കണ്. ഇത് മൂടി വെക്കട്ടെ. മൂടി നമുക്കിത് പിന്നെ ഇട്ടോക്കട്ടെ സംഭവം. അപ്പൊ നമുക്ക് ചാർജ് ചെയ്യാം. ചാർജിങ്ങിൽ നോക്കാം. അത് ഫസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി നോക്കി. ഇനി ആവിയൊന്നും കുടിച്ചിട്ടില്ല. അപ്പൊ ഇത് അത്യാവശ്യം ആവി വരുന്നുണ്ട്. കേട്ടോ ഈ ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയാല് പറ്റുമോ? സാധനം സൂപ്പർ കേട്ടോ. എന്ന് വാങ്ങേണ്ടി ഇങ്ങനത്തെ കേട്ടോ. പക്ഷെ ഇത് ഇപ്പഴാ തോന്നുന്നു ഇറങ്ങണം. എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോഴാണ് വീഡിയോ സ്ക്രോൾ ചെയ്ത് കണ്ടപ്പോൾ ഞാൻ കണ്ടതാണ്. ഞാൻ അപ്പൊ തന്നെ ഓർഡർ ചെയ്തു. കാരണം എനിക്കും കുട്ടികൾക്കൊക്കെ ആവശ്യമാണ്. എല്ലാ പേരിക്കും ആവശ്യക്കാരം. ചെറിയ കുട്ടികളുടെ പേരിക്കൊക്കെ ആവശ്യക്കാരം ഈ ആവശ്യണ സാധനം. നമുക്കാക്കണോ? ഒരാളിവിടെ പിടിച്ചാ മുട്ടിക്കേട്. ഇത് ഇങ്ങനെ പിടിച്ചാദ്യം വായിക്കാദ്യം അതിങ്ങനെ ഫിറ്റ് ചെയ്യേ. മാസ്കും ഉണ്ട്. മാസ്ക് ചൂടുവെള്ളത്തിലാക്കിയിട്ടേ അത് ശരിക്കും അങ്ങനെ ആക്കല്ലേ. ഇത്തെ വീഡിയോ കളിച്ചാ ഇനി നല്ല കൊരയൊക്കെ ഉണ്ടാവൂലേ ചുമയൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ ഇങ്ങനെ ആവി പിടിച്ചട്ടോ. മതി മതി കൂട്ടാവാ മേ. ഇനി ഇതെടുത്താവാ. ഇനി മൂക്കൊക്കെ നോക്ക്. അതിലിപ്പോ ആക്കണമെങ്കിൽ ഡോക്ടർ മരുന്ന് എഴുതേണ്ടി വരും. നല്ല രസമുണ്ടോ? കളിപ്പാട്ടല്ല കേട്ടത്. എന്താടാ എന്താടാ എന്ത് പറ്റി? മുഖക്കേറ്. ഇങ്ങനെ വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചാലും പറ്റുമോ ഇല്ലയെന്ന് കമന്റ് ചെയ്യോണ്ടിട്ടോ. നമുക്ക് എപ്പോഴും ചുമ ആയതുകൊണ്ട് നമുക്ക് ഇനി എന്ത് മരുന്നാ വിക്സ് ഇടാൻ പറ്റുമോ ഒന്നും അറിയില്ല. ഇങ്ങനെ തുളസിന്റെ ഇല ഇട്ടാക്കിയാൽ മതി ഒന്നും അറിയില്ല. അല്ലെ ഡോക്ടർ മരുന്ന് എഴുതണം. അല്ലെങ്കിൽ കാക്കു വിരുന്ന് പോയിങ്ങാണ്ട് പോലീസും കുട്ടിനെ കണവർക്കത്ത് നിർത്തിക്കണോ? അവര് എങ്ങനെയുണ്ട് ഇനി വിരുന്ന് നിന്നിട്ട്? എന്താ കളിക്കൊക്കെ പോയി കുട്ടിനെ ഇങ്ങോട്ട് മണ്ടിയൊന്നും എടുത്തിട്ട് എന്താ കാട്ടണ്ടെന്ന് അറിയില്ല. ഉറങ്ങി ഓർക്കത്തുനിന്ന് മാണ്ടിയെന്നാണ്ട് എടുത്ത് ഉമ്മച്ചിട്ട് എന്നെ. എന്നിട്ട് എവിടെ ഇനി അതിന് വേണ്ട. ഓൻ അവിടെ എവിടെയും ഉണ്ടാവും. ടി വി ഞാൻ അതൊക്കെ ഇപ്പൊ നല്ല ഉറക്കേനി. അങ്ങനെ കൊണ്ടുവരാം. പറഞ്ഞ് എവിടുന്ന കിട്ടിയേ? തമിഴ്നാട്ടിന്നോ? ആരാ കൊടുന്നെ? ഓല് കൊടുന്നക്ക് ഓൽക്കുണ്ടോ? അല്ല
തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കൊണ്ടുവന്നിട്ട് അതില് പെട്ടു. ലോഡില് പെട്ടു. എന്താ വെറിയ കുട്ടിന്റെ ഇത് കണ്ടു വന്ന് കണ്ടിട്ട് ഇടുക്കല് ഉറങ്ങണ കുട്ടിയേനി കോരണ്ട് ഇടുക്കല്. നിശ്ചയോ ഉണ്ടാവും. കരിയൂല ഇപ്പൊ കരഞ്ഞു കാണൂല. ചായ ഉണ്ടാകട്ടെ? കുടിച്ചോ? ഒക്കെ കിട്ടിയേക്കണ. വെള്ളം കണ്ണം വെച്ചിക്കണേ. വരുന്നില്ലേ ഇനി ഇവിടെ നോട്ടെ. രാത്രി വരും അങ്ങോട്ട് തന്നെ പോവാൻ മീനപ്പം. രാത്രി ഇന്ന് ഇവിടെ നാളെ മദ്രസക്ക് മദ്രസ 6 മണിക്ക് ഇവിടെ ചെക്ക നല്ല കണിയാണല്ലോ. കൂപ്പിലേക്ക് പോയി അത് കാണൂല. എടാ ചെങ്ങായി എന്താ അവസ്ഥ? ചെക്കൻ്റെ കൊഴപ്പൊന്നുമില്ല. ഉണ്ടല്ലോ. അത് തുണിയാളേ ഇതായിട്ടേ ഓനോ ആണേ. എന്തിന്? മദ്രസ ഉണ്ട് ചെങ്ങായി. ഓനൊക്കെ പറയോന് ഇങ്ങോട്ട് പോണ്ടേ. ഞാൻ പറയാം ഞാൻ രാത്രി എന്തായാലും ഒരു എന്താ 9-9:30 ഞാൻ വരും. ഞാന് ജിമ്മിന് പോകും. അപ്പൊ ഞാൻ ആക്കി തരാം. രാത്രിയോ? രാത്രി നിങ്ങൾ ഉറങ്ങപ്പത്തിന് അപ്പൊ കൊതുക് മദ്രസ വിട്ടിട്ടേ പറഞ്ഞേക്കോണ്ടിട്ടോ. അതൊന്ന് ചോറൊക്കെ തിന്നു. വാരി കൊടുക്കണം. ഞാൻ വാരി കൊടുക്കാതെ ചോറൊന്നും തിന്നില്ല. ആ ഗ്ലാസ്സത്തെ വെള്ളം ഫുള്ള് കുടിച്ചല്ലേ. ചോറ് തിന്ന് കഴിഞ്ഞിട്ട് വെള്ളം അവിടെ ചിഹ്നം വെക്കും. എന്തൊക്കെ എന്നിട്ട് വർത്താനം? നല്ല വർത്താനം. അങ്ങനെ പോകും. വീഡിയോ എടുത്ത് തരാല്ലേ? ചായ 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 ഉണ്ടാക്കട്ടെ? പണി കഴിക്കണം. ഇപ്പൊ അലോന്ന് വന്നു. അലയാ കേക്കാരം. ചക്ക എവിടുന്ന്? ചക്ക അങ്ങോട്ട് വെച്ചോളി. നിങ്ങക്കില്ല എന്നെ ഉണ്ടാവുള്ളൂ. കൂട്ടിക്കണക്കൊല്ലത്തെ കൂട്ടിയിട്ടൊന്നുമില്ല. അവിടെ ഇരുന്നോളി. കത്തിയ മുറിച്ചാണോ? അത് ഇവിടെ വിരിച്ചതാണേ പേപ്പർ. അവർക്കും ഇങ്ങനത്തെ ഷീറ്റ് വാങ്ങിയത് ടേബിൾ മക്ക്. ഉമ്മ മിറ്റത്തേക്കാലോ മോട്ടിരിക്കണ്. മോട്ടിന് കസേര ഇട്ടില്ലേ? കസേര തരുന്നില്ലേ? ഓല് ടിവിയില് വൈകിക്കല്ലേ? ഇറങ്ങില്ല. 90 കഴിഞ്ഞില്ലേ? അങ്ങനെയുണ്ടോ? പൊട്ടിയായിട്ട് ചായ എന്തെങ്കിലും ചിന്തിക്കാണോ? എവിടെ വെച്ചിട്ടാ അപ്പൊ വെട്ടണത്? അവിടെ വെച്ചിട്ട് വെട്ടണേ? ഇവിടെ വെച്ചിട്ട് കത്തി മൂർച്ചണ്ട. അത് അങ്ങോട്ടന്നെ ഉള്ളു. പൊന്നാരമ്മയാകെ ചക്ക ഉണ്ട്. ഒന്നല്ല കാലി നോക്കുമ്പോ അത് വളഞ്ഞോണ്ടോ നേരത്ത്? അതോ അപ്പൊ ഫ്രീ ആയിട്ട് ചക്ക കിട്ടിയില്ലേ? ചക്കട്ടിങ്ങള് വന്നോണ്ട് ഫ്രീ ആയി ചക്ക കിട്ടി. ചക്കക്കൂട്ട ഇക്കൊല്ലം കിട്ടിയിട്ടില്ലല്ലേ? ഇക്കൊല്ലത്തെ ആദ്യമൊക്കെ പറഞ്ഞു ഇപ്പൊ തന്നെ വെച്ചിരുന്നു. ആദ്യം നമ്മളെ തറവാട്ടിൽ ചക്കല്ലോ.
പിന്നെ വെട്ടിയതിനു ശേഷം പിന്നെ ഇവിടുന്ന എന്താ വെട്ടിയ മാമ? ഒന്നുമില്ല, ഒരു 3000 റുപ്യ കിട്ടാൻ വേണ്ടിട്ട് ഒരു വലിയൊരു ചക്കമരവും ഒരു വലിയൊരു മാങ്ങമരവും അല്ലേ, മഹാഗണി എന്തൊക്കെ സാധനങ്ങളല്ലേ. ആ മഹാഗണിന്റെ വരാ സ്കൂൾ കിട്ടിയ മരാണ്. ആണോ? താത്താന്റെ മുതലാണ് വെറ്റിയാണ് പൈസണ്ടാക്കിയത്. ചോദിച്ചോ ഒന്നിന് 5000 റുപ്യ കിട്ടും. ചോദിച്ചോ. നമ്മളെ പണ്ടത്തെ ചാണകക്കുജിന്റെ അവിടെ ഉള്ള മഹാഗണി ഉണ്ടേന് അതിന്റെ തയ്യാറേ 5000 ചെറുതൊന്നല്ല, വലുതാണ്, നല്ല വലിപ്പം. ഞാൻ കണ്ടാട്ടോ. ഇല്ല, ഏത് മഹാഗണി പണ്ടത്തെ ചാണോ കുജിന്റെ അവിടുത്തെ അതാ പുറത്ത് നട്ടതാ. എന്തായാലും അത് വിറ്റു. മുന്നേക്കണ അവിടെ അങ്ങനെയാണല്ലോ, അതിന്റെ കുറ്റി ഇപ്പോഴും ഉണ്ടാവും. ഇതാ ബനാ അത് കുഞ്ഞുങ്ങളെ കണ്ടോ? നമ്മളോട് കൊണ്ടുവന്ന കോയി ഞാൻ തൊട്ടപ്പൊക്കെ തൊടാൻ നിന്നു. പെണ്ണുങ്ങള് ഉള്ളിലുണ്ടല്ലേ. വൈകുന്നേരേ അല്ല ഉച്ചക്കൊക്കെ ഈ കൂടിന്റെ മുകളിൽ കൂടെ കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കണം. ചൂടേ കൂടിന്റെ ഉള്ളിലും ഇതേ ഒരു കയറെടുത്തും കൂടി കെട്ടിയൊണ്ടിട്ടോ. ഇത് പോരാട്ടോ. എടുക്കണ്ടല്ലോ കൂടിന്റെ ഉള്ളില് കുട്ടികളെ മഴകാലങ്ങളെ കുട്ടികളെ വെള്ളത്തിൽ നിൽക്കും. ഇപ്പൊ ഒന്നും കാട്ടണ്ട. എന്നിട്ട് പിയ്യല്ലേ തിന്നാട്ടോണ്ടിക്കടി ചെറുക്കനെ നോക്കട്ടെ. അടന്നുണ്ട് ഇനി തുറക്കണ്ട, പുറത്തേക്ക് ഇതാവും. വലുതായിക്കണ് തന്നപ്പോ തന്നെ വലുതാണ്. നോക്ക ചെങ്ങായി അതല്ലേ എന്തോ പറയണ്ട അമ്മയോട് പിന്നെ കൊണ്ടുപോയി അറിയിക്കാനോ. ഇവിടെ എനിക്ക് കഷ്ടപ്പാട് അറിയണ്ടാവും. ആ തത്തനെ കൊടുത്തിട്ട് നോക്കാം. തിന്നാൻ കൊടുക്കല്ലേ പറയില്ല, അത് കൂട് തുറന്ന് വണ്ടിക്കാണ്. ഒന്നൊരാളൊക്കെ വരും കേട്ടോ. വരുമ്പോ ഒന്നും ഇവിടെ തിന്നോക്ക് നേരം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ എന്നിട്ട് അരിയൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടേ ഇട്ട് വെക്കും. അല്ലേ തിന്നാനെ കൊടുക്കണ്ട. കൂട് കൊത്തി തുറന്ന് കൊത്തി ആരില്ലാത്ത ദിവസേ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അങ്ങോട്ട് വന്നാണ് അറിയാം. സാധനം കാണാല്ല. അത് എഴുതി ഇവിടെ എന്നിട്ട് കാര്യമല്ല കാണുന്നു. അണ്ണാൻകുട്ടിക്ക് പൈസ ആണെങ്കിൽ പോയിക്കോളിട്ടാ. അണ്ണാൻകുട്ടിനെ കണ്ടിക്കണോ? വീഡിയോയില് കാണാലോ. ചെറിയ അതിനെങ്ങനെയാണ് കൊടുക്കുന്നത്? ഫില്ലർ വേണോ പാൽ കൊടുക്കാന്? ഫില്ലർ പാൽക്കുപ്പിയോ? അല്ല പിന്നെ എന്ത് ഫില്ലർ? ഫില്ലർ മരുന്നിന്റെ ഫില്ലർ നെക്കി പീസ്. മോ പോകാണ് പിന്നെ അന്തിക്ക് വരാന്ന്. അന്തിക്ക് കൊണ്ടാക്കും. ഞാൻ അന്തിക്ക് വരുവോ? ഒരു മുറി ചക്ക നിക്കണോ ഓനെ കൊണ്ടുപോവാണ്. വെച്ചതാ ആൾക്ക് പൊളിച്ചോളൂ. ഞങ്ങള് അത് കൊണ്ടേക്കോളി എത്തിന് അങ്ങനെ സോപ്പിട്ട് മണ്ടൊന്നും വേണ്ട. എന്താ സോപ്പിങ് അറിയോ? സുഖാണ്. ഇവരപ്പൊ നടത്തല്ലേ അവിടെ കളിച്ചാൽ ലാപ്പുണ്ട്. ആ തീരുണ്ട്. അതിന് മദ്രസ ഉണ്ടേ. അങ്ങോട്ട് അന്തിക്ക് പടി. ഇപ്പൊ പോയി എന്നാ പോയിക്കോളി. ആ നടക്കുന്നു.